ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും പറയും ബൊഹൈൻ വില്ല കുത്തി വയ്ക്കുമ്പോഴത്തേക്കും അതിനെ കവർ ചെയ്ത് വെക്കണം, അനക്കം തട്ടാതിരിക്കണം, എന്നാലൊക്കെ വളർന്ന് കിട്ടുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബൊഹൈൻ വില്ലയുടെ കമ്പുകളൊക്കെ മുറിച്ച സമയത്ത് ജസ്റ്റ് ഞാൻ കുറച്ച് ചെടിച്ചട്ടി വാങ്ങിയിട്ട് ഇപ്പം അതിൻ്റെയൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. ചെടിച്ചട്ടി ഇങ്ങനെ കിട്ടിയതൊന്നുമില്ല. ഇതിൽ വെറുതെ ഞാൻ എൻ്റെ കലാകായിക പരിപാടികൾ കാണിച്ചതാണ്. ഇതിൽ ഞാൻ ചുമ്മാ കുത്തി വെച്ചതാണ് കേട്ടോ. നോക്ക്, കിളിർത്ത് വരുന്ന കണ്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ചകിരിച്ചോറും മാത്രമാണ് വെച്ചേക്കണം. ചകിരിച്ചോറും മണ്ണും കുഴച്ചിട്ടുള്ള മിശ്രിതമാണ് ഇതിനകത്തുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇന്ന് മുട്ട പൊട്ടിച്ച് അതിൻ്റെ തോടൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇതാണ്, നോക്ക്, കിളിർത്ത് വരുന്ന കണ്ടോ. ഇത് ഇത്രയും കിളിർത്തിട്ടുണ്ട്, നോക്ക് കണ്ടോ, കിളിർത്ത് വരുന്നത്. ഒന്നും ചെയ്യണ്ട, വെറുതെ കമ്പ് ചരിച്ച് കട്ട് ചെയ്ത് കുത്തി കൊടുത്താൽ മാത്രം മതി, അത് കിളിർത്ത് കിട്ടിക്കോളും. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണ്ട. കണ്ടോ, ഞാൻ കുത്തിവെച്ച ഏകദേശം എല്ലാ സാധനങ്ങളും ഒന്നോ രണ്ടോ കമ്പ് ചിലപ്പോൾ കിളിർത്തിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാ കമ്പുകളും നോക്ക്. ശരിക്കും പറഞ്ഞാൽ കിളിർത്ത് വരുമ്പോഴേ വീഡിയോ എടുക്കണമായിരുന്നു. അതൊക്കെ കുറച്ച് ദിവസമായി ഇപ്പോൾ ഇങ്ങനെ കിളിർത്തിട്ട് കണ്ടോ. ഇങ്ങനെ നോക്കൂ, എല്ലാ കമ്പുകളും, ഒരു കമ്പല്ല, ഒന്നോ രണ്ടോ കമ്പുകൾ, അത് അത്രത്തെ ഇത് കണ്ടോ. ഈ കമ്പ് ഇതിലിപ്പോൾ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇതിന് കിളിർക്കുമോന്ന് തന്നെ അറിയില്ല, നമുക്ക് നോക്കാം. വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ വരുന്നില്ല. അപ്പോൾ വേര് പിടിച്ചിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ തളർക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അത് വരുന്നില്ല. എനിവേ നോക്ക്, ഇതൊക്കെ കണ്ടോ, ഫ്രഷ് ഇലയാണ്. എങ്ങനെ കിളിർത്തിരിക്കണം നോക്ക്, നോക്ക് നോക്ക്. ഇതൊക്കെ തളർത്ത് വന്ന ഇലകളാണ്. ഇതൊക്കെ എല്ലാം കിളിർത്തിട്ടുണ്ട്. അമ്മ വീഡിയോ എടുക്കുവാണ്. എല്ലാവരും ബൊഹൈൻ വില്ലയുടെ കമ്പ് വെച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതങ്ങനെ ചെയ്താലേ കിളിക്കുള്ളൂ, ഇങ്ങനെ ചെയ്താലേ കിളിക്കുള്ളൂ എന്നൊക്കെ. അപ്പം അമ്മ കണ്ട, അമ്മ ചുമ്മാ ആ കമ്പുകളെല്ലാം അമ്മ അവിടുത്തെ ബൊഹൈൻ വില്ല കട്ട് ചെയ്തപ്പോൾ എടുത്ത് വെച്ച കമ്പുകളാണ്. പക്ഷെ എല്ലാ കമ്പുകളും നോക്ക്, എല്ലാം കിളിർത്തിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ പറയും കൈപ്പുണ്യമാണെന്ന് വെച്ചാൽ ചുമ്മാ ഒരു കമ്പ് കൊണ്ട് കുത്തി വെച്ചാലും കിളിർക്കും. അത് ശരിയാണ് കേട്ടോ, ചില ആൾക്കാർ കുത്തി വെച്ച് കഴിഞ്ഞാൽ കിളിർക്കും. ഞാനിങ്ങനെ ഇതുപോലെ കുത്തി വെക്കാറുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞിക്കമ്പിൽ വരെ ഒരു ഇല വന്ന് വിടർന്ന്, ഒറ്റ ഒരു ഇലയാണ് വിടർന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കിളിർത്തിട്ടുണ്ട്. ആ ഒരു കമ്പ് ഒഴിച്ചിട്ട്, ഈ ഒരു കമ്പല്ലാതെ ബാക്കി ഞാൻ വെച്ചേക്കുന്ന എല്ലാ കമ്പുകളും കിളിർത്തിട്ടുണ്ട് ഉണ്ടോ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബൊഹൈൻ വില്ല ഞാൻ ഫ്ലവർ പിടിക്കുന്നതിന് മുന്നേ ഞാൻ കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്തപ്പോൾ കുറച്ച് നല്ല കമ്പെന്ന് തോന്നിയതിന് ഞാൻ എടുത്ത് ഇതിൽ കുത്തിവെച്ചതാണ്. എല്ലാം കിളിർത്തിട്ടുണ്ട്. ജസ്റ്റ് കട്ട് ചെയ്ത് അറ്റവശം ഇച്ചിരി ഇങ്ങനെ ഷാർപ്പാക്കി കട്ട് ചെയ്ത് കുത്തിവെക്കണമെന്നേ ഉള്ളൂ. എല്ലാ ദിവസവും ഞാൻ നനച്ചു കൊടുക്കാറുണ്ട്. വളവും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോഴും നന്നായിട്ട് വേര് പിടിച്ചിട്ടിടാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെളിയിലല്ല വെച്ചേക്കുന്നത് കേട്ടോ, ഞാൻ വർക്ക് ഏരിയയിലാണ് വെച്ചേക്കുന്നത്. വെള്ളവും അധികം വെയിലും കൊള്ളണ്ട, അധികം വെള്ളവും വേണ്ട എന്നുള്ള രീതിയിൽ. 2 ദിവസം മുന്നേ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം എടുത്ത് വെളിയിൽ വെച്ചു എല്ലാം, എന്നിട്ട് വീണ്ടും തിരിച്ചെടുത്ത് അകത്തേക്ക് വെച്ചു. കാരണം മഴയൊന്നും കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതെ, ഇതിൻ്റെയൊക്കെ കിളിർപ്പ് വരണം കാണുന്നുണ്ടോ, കണ്ടോ, നല്ല രീതിയിൽ കിളിർപ്പ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിളിർപ്പ് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ശരിക്കും ഞാൻ ഏതിൽ നിന്നാണ് കട്ട് ചെയ്തതെന്ന് കാണിച്ചു തരാമേ. കണ്ടോ, ഈ നിൽക്കുന്നതിലൊക്കെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നിറയെ പൂ പിടിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പൂവൊന്നും അധികം പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കമ്പനിയും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ടാണ് വളമൊക്കെ ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് ഇതിലൊക്കെ ഇപ്പോൾ പൂ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ കമ്പുകളൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ, നമുക്ക് മിക്കതിലും പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചിലതിലൊക്കെ പൂട്ട് മുട്ടിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചിലതിലൊക്കെ പൂ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ പൂ പിടിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടോ, ഇതിൻ്റെയൊക്കെ ഇത്രയും ഇത് ഞാൻ വൃത്തിയാക്കിയ സമയത്ത് ഇതിൻ്റെ കൊമ്പുകൾ ഞാൻ കൊണ്ടുപോയി വെറുതെ കുത്തിവെച്ചതാണ് ഇപ്പോൾ ആ കിളിർത്ത് നിൽക്കുന്നത് ഉണ്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നുമില്ല, ഇങ്ങനെ തന്നെ കുത്തിവെക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് കട്ട് ചെയ്ത് കുത്തിവെച്ചാൽ ഇതുപോലെ കിളിർക്കും ഉണ്ടോ. ഇതിലെല്ലാത്തിനും പൂ പിടിച്ചിട്ടുണ്ട്, എല്ലാം നല്ല രീതിയിൽ പൂ ഇട്ടിട്ടുണ്ട്.